കമൽ അദ്വാൻ ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ ഹുസാം അബു സഫിയയെ ഇസ്രായേൽ സൈന്യം കസ്റ്റഡിയിലെടുത്തതായി ഗാസയിലെ ആരോഗ്യ ഉദ്യോഗസ്ഥർ പറയുന്നു. കഴിഞ്ഞ ദിവസം കമൽ അദ്വാൻ ആശുപത്രി ഇസ്രായേൽ സൈന്യം അഗ്നിക്കിരയാക്കിയിരുന്നു. ആ തീപിടുത്തത്തിൽ ആശുപത്രിയിലെ ഓപ്പറേഷൻ റൂമുകളും ലബോറട്ടറികളും മറ്റ് അത്യാഹിത വിഭാഗങ്ങളും നശിച്ചതായി മിഡിൽ ഈസ്റ്റ് ഐ റിപ്പോർട്ട് ചെയ്തിരുന്നു. കൂടാതെ അവിടെയുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് തീപിടിക്കുകയും പലസ്തീനിയൻ മെഡിക്കൽ തൊഴിലാളികളും രോഗികളും കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് ഗാസയിലെ പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം ഡയറക്ടർ ജനറൽ മുനീൽ അർബഷ് പറഞ്ഞു. ഈ ആശുപത്രിയിൽ റെയ്ഡ് നടത്തിയ ഇസ്രായേൽ സൈന്യം അതിശൈത്യത്തിലേക്ക് രോഗികളെയും ആശുപത്രി ജീവനക്കാരെയും അവരുടെ വസ്ത്രങ്ങൾ അഴിച്ച് ഇറക്കിവിട്ടതിന്റെ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട്. റെയ്ഡ് നടക്കുമ്പോൾ 180 മെഡിക്കൽ വർക്കർമാരും 75 പരിക്കുപറ്റിയവരും ഉൾപ്പെടെ 350 പേർ ആശുപത്രിയിൽ ഉണ്ടായിരുന്നുവെന്ന് ഗാസ ആസ്ഥാനമായുള്ള സർക്കാർ മീഡിയ ഓഫീസ് പറയുന്നു. ഡസൻ കണക്കിന് ഡോക്ടർമാരെ ചോദ്യം ചെയ്യുന്നതിനായി തടങ്കൽ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോയതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ശനിയാഴ്ച അബു സഫിയയെ അറസ്റ്റ് ചെയ്തതായി മുനീർ അൽബർഷ് സ്ഥിരീകരിച്ചു. അത് മാത്രമല്ല, അറസ്റ്റിന് മുമ്പ് ഇസ്രായേൽ സൈന്യം അദ്ദേഹത്തെ വളരെ ക്രൂരമായി മർദ്ദിച്ചെന്നും ബർഷ് അൽ ജസീറ ചാനലിനോടാണ് വെളിപ്പെടുത്തിയത്. ആശുപത്രിയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം തട്ടിക്കൊണ്ടുപോയ മെഡിക്കൽ സ്റ്റാഫുകളുടെയും മറ്റ് സാധാരണക്കാരുടെയും കാര്യങ്ങളും വിവരങ്ങളും ഇപ്പോഴും അജ്ഞാതമായി തന്നെ തുടരുകയാണ്. കമൽ അദ്വാൻ ഹോസ്പിറ്റലിന് നേരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ കഴിഞ്ഞ 3 മാസമായി അബു സഫിയ വീഡിയോകളിലൂടെ അന്താരാഷ്ട്ര സമൂഹത്തോട് അഭ്യർത്ഥിച്ചിരുന്നു. രോഗികളുടെയും മെഡിക്കൽ സ്റ്റാഫുകളുടെയും ജീവൻ അപകടത്തിലാണെന്ന് അദ്ദേഹം ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. ആരോഗ്യ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ഒക്ടോബർ അവസാനത്തിൽ അബു സഫിയുടെ മകൻ നേരത്തെ ഇസ്രായേലി സൈനികർ ആശുപത്രിയിൽ നടത്തിയ ഒരു റെയ്ഡിന്റെ ഫലമായി കൊല്ലപ്പെട്ടിരുന്നു. ആശുപത്രി സമുച്ചയത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അബു സഫിയക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ആഴ്ചയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ ആശുപത്രിയിലെ അവസാനത്തെ ICUവിനും തീപിടിച്ചിരുന്നു. ആശുപത്രിയിലെ ആരോഗ്യ സംവിധാനങ്ങൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും സംരക്ഷണം നൽകാൻ ആശുപത്രി അധികൃതർ 75 ദിവസത്തിൽ അധികമായി ഈ ലോകത്തോട് അഭ്യർത്ഥിച്ചെങ്കിലും ആരും സഹായിച്ചില്ലെന്നും അബു സഫിയ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. ഒക്ടോബർ 7-ന് ഗാസയിൽ ഇസ്രായേൽ സൈന്യം അധിനിവേശം ആരംഭിച്ചത് മുതൽ കമൽ അദ്വാൻ ആശുപത്രിക്ക് നേരെ ഇസ്രായേൽ സൈന്യം കടുത്ത ആക്രമണം തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ മാസം സമാനമായി ആശുപത്രിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ICU ഡയറക്ടർ അഹമ്മദ് അൽ ഖൗർത്ത് കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു.